അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തീർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. എൻ്റെ പേര് ബീന, കഞ്ചിക്കോട് ഗുഡ് ഷെപ്പേർഡ് ചർച്ചിൽ നിന്ന് വരുന്നു. കഴിഞ്ഞ ബുധനാഴ്ച തന്നെ ആരാധന സമയത്ത് അച്ഛൻ വിളിച്ചു പറഞ്ഞു, നടുവേദനയുള്ള ഒരാളെ ഈശോ സൗഖ്യപ്പെടുത്തുന്നുവെന്ന്. 20 വർഷമായി എനിക്ക് സെക്കൻഡ് ഡെലിവറി കഴിഞ്ഞപ്പോൾ മുതൽ ഡിസ്കിന് പ്രോബ്ലം ഉണ്ടായിരുന്നു. ആ വേദന വന്നു കഴിഞ്ഞാൽ എനിക്ക് അരമണിക്കൂറിന് മുകളിൽ ഇരിക്കുവാനോ നിൽക്കുവാനോ ഒരു പൊസിഷനിൽ അരമണിക്കൂറിൽ കൂടുതൽ കിടക്കുവാനോ സാധിക്കില്ലായിരുന്നു. ഈ ബുധനാഴ്ചയ്ക്ക് ശേഷം ഈ ഒരാഴ്ചയായി എനിക്ക് കുർബാന സമയത്തോ ഒരിക്കൽ പോലും ആ ഒരു ബുദ്ധിമുട്ട് പിന്നീട് അനുഭവപ്പെട്ടിട്ടില്ല. സാധാരണ കുർബാന സമയത്ത് എനിക്ക് കൂടുതൽ നേരം നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര പെയിനായിരുന്നു. ആ പെയിൻ വന്നാൽ എനിക്ക് ഭയങ്കര അസ്വസ്ഥതയും നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയുമായിരുന്നു. ആ സമയത്ത് ഞാനിവിടെ വരുന്ന ഓരോ രോഗികൾക്കും വേണ്ടി ആ വേദന കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഈശോ ആ രോഗത്തിൽ നിന്നും എനിക്ക് സൗഖ്യം നൽകി അനുഗ്രഹിച്ചു. 20 വർഷമായിട്ടുള്ള അരമണിക്കൂറിൽ മുകളിൽ നിൽക്കുമ്പോഴുള്ള വേദന കർത്താവ് പൂർണ്ണമായിട്ട് സൗഖ്യം നൽകി. ബുധനാഴ്ച ദിവസം അടുത്തത് അച്ഛൻ വിളിച്ചു പറഞ്ഞു, വയറിന് സംബന്ധമായ അസുഖമുള്ള ഒരു വ്യക്തിയെ ഈശോ സൗഖ്യപ്പെടുത്തുന്നെന്ന്. 20 വർഷമായിട്ട് എനിക്ക് വയറിന് ഗ്യാസ്ട്രൈറ്റിസ് അസുഖമുണ്ടായിരുന്നു. പല ഡോക്ടർമാരെയും കാണിച്ചു, മരുന്നുകളെല്ലാം കഴിക്കുന്ന സമയത്ത് ഒരു കുറവുണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നീട് അത് പിന്നെയും വരും. ഹോമിയോ മരുന്ന് ഞാൻ പിന്നെ തുടർച്ചയായി കഴിച്ചുകൊണ്ടിരുന്നു. എന്നിട്ടും ഒരു വ്യത്യാസവുമില്ല. കഴിക്കുന്ന സമയത്ത് കുറയും, അത് കഴിഞ്ഞാൽ പിന്നെയും അത് വന്നുകൊണ്ടിരുന്നു. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഞാൻ എല്ലാം മരുന്ന് നിർത്തി ഇവിടുന്ന് കൊണ്ടുപോയ വെഞ്ചിരിച്ച വെള്ളം മാത്രം കുടിച്ചുകൊണ്ടേയിരുന്നു. ഇപ്പോൾ ഈ ഒരാഴ്ചയായിട്ട് എനിക്ക് വയറിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. യാത്ര പോകുമ്പോഴോ ഒന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ. 20 വർഷമായിട്ടുള്ള അസിഡിറ്റി സംബന്ധമായ രോഗം കർത്താവ് പൂർണ്ണെടുത്ത് മാറ്റി. ഇവിടെ നമ്മൾ വെഞ്ചരിച്ച് വയ്ക്കുന്ന കൂടുതൽ പ്രാർത്ഥനകൾ ഡെലിവറൻസ് ചെയ്ത് വെക്കുന്ന വെള്ളം കൊണ്ടുപോയി കുടിക്കാൻ തുടങ്ങി. മരുന്ന് നിർത്തി 20 വർഷമായ രോഗത്തിൽ നിന്ന് സൗഖ്യം നൽകി കർത്താവ് അനുഗ്രഹിക്കും.